ഒരു വാപ്പയെ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകന്, 3 പേരിൽ ആരാ ജയിച്ചേ നോക്കണം. ഒരു നന്മയ്ക്ക് വേണ്ടി മത്സരിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. എന്തായാലും അത് പറയാതെ ഇന്ന് പിരിഞ്ഞിട്ട് കാര്യമില്ല, അതുകൂടെ കേട്ടിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതറിയില്ല, ഭയങ്കര സത്യത്തിൽ ഈ ശ്വാസം ഇങ്ങനെ പിടിക്കുമ്പോൾ ആ ഇടി കൊണ്ടതിൻ്റെ ഒരു വേദനയുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കൂടുതൽ നമ്മുടെ ചങ്ങാതിയൊക്കെ തന്ന ഈ ചങ്ങാതി ഇത്തിരി പച്ചമരുന്ന് തന്നു വിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മറ്റേ ചീര എന്താന്ന് മുരിങ്ങയല്ല തന്നു വിട്ട് അതിനകത്ത് കൊണ്ടോ ചെയ്യാൻ എൻ്റെ പെണ്ണുമ്പുള്ള എടുത്ത് തോരൻ വെച്ചത് അറിഞ്ഞില്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ തോരൻ ഇക്ക കൊണ്ടുവന്നെയാണ്. സുബ്ഹാനല്ലാഹ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അതറിഞ്ഞില്ല കേട്ടോ, സാധു കേട്ടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇരിക്കുമോ എങ്കിൽ ഞാൻ പറയില്ല അടുത്ത ഇൻഷാ അല്ലാഹ്. വേറെ തിരക്കൊന്നും ഇല്ലല്ലോ ഇപ്പം അല്ലേ, ഇവിടെ പോകാനാ. എന്തായാലും വീട്ടിൽ പോകും, എന്തായാലും സ്വർഗത്തിൽ പോകും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടാവത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മകൻ. ആരാ 3 പേരെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. മഹദി ഇങ്ങനെ വൈകുന്നേരം രാത്രിയായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനും ബാപ്പയും മകനും കൂടെ, ഭർത്താവും മകനും കൂടെ മുത്തുനബിയുടെ മുന്നിൽ പോയതാ. കാണുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ഇങ്ങനെ ഭർത്താവും മകനും നടന്നു വരുന്നു. ഒരു നിഴല് കണ്ടു. അൽഹംദുലില്ലാ, സന്തോഷമായി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. അവിടെ നിന്ന് വലിയ സന്തോഷമായി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും ഇങ്ങനെ നടന്ന് അടുത്തേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ 3-മതൊരു മനുഷ്യൻ കൂടെ ഉണ്ട്. കൂടെ 3-മതൊരു പരിചയമില്ലാത്ത ഒരു മനുഷ്യനും കൂടെയുണ്ട്. ഇങ്ങനെ വീടിന്റെ മുന്നിൽ വന്നു, സലാം പറഞ്ഞു. എല്ലാവരും വാപ്പായും മകനും ഇദ്ദേഹം കൂടെ വീടിന്റെ അകത്ത് കയറി. ഇങ്ങനെ അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ ഭാര്യ ചോദിച്ചു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഭർത്താവിനോട് ചോദിച്ചു, ആരാപ്പ കൂടെ ഒരാളുണ്ടല്ലോ. അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണെ, ഇശാ നമസ്കാരം കഴിഞ്ഞു പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വെളിയിലിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുന്നേ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ കൊണ്ടുപോവാ നബിയെ. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാ. പടച്ചവനെ, ഭാര്യ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു കരയുകയാ. അവിടെ നിന്ന് ചോദിച്ചു, നീ എന്തിനാ കരയണേ? ഭർത്താവിനോട് പറയുകയാ, ഈ മനുഷ്യന് ഏത് ഭക്ഷണം കൊടുക്കാനാ? ഈ മനുഷ്യൻ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? നമ്മളെ മകൻ എത്ര ദിവസമായിട്ട് പട്ടിണിയാണെന്നറിയോ? അനസ് എന്ന് പറയുന്ന ഒരു ചെറിയ മകനുണ്ട്. അവൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതുകൊണ്ട് ഇന്ന് നമ്മൾ 2 പേരും പട്ടിണി കിടന്നിട്ട് നമ്മുടെ ഭക്ഷണം കൂടെ മോന് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റി വെച്ചിരിക്കണ ഈ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും ഈ വീട്ടിലില്ല. എങ്ങനെ ആ മനുഷ്യന് കൊടുക്കാം? സുബ്ഹാനല്ലാഹ്. ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴാ മോൻ വരണേ. വാപ്പായും ഉമ്മയും കാണുന്നില്ല. അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ വാപ്പയും ഉമ്മ ഇരുന്ന് കരയുന്നു. എന്താ ഉമ്മച്ചി കരയണേ? മോനെ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണം ഇല്ല, ഈ ഇരിക്കുന്നതേ ഉള്ളൂ, ഇത് നിനക്ക് തിന്നാനുള്ളതാ. അങ്ങനെ 3 പേരും കൂടെ അടുക്കളയിലിരുന്ന് ഇങ്ങനെ ചർച്ചയാ. എന്തു ചെയ്യണമെന്നറിയാതെ 3 പേരും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, സാലിഹത്തായ പെണ്ണങ്ങനെയാണല്ലോ, അവിടെന്ന് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാ. പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് സാലിഹത്തായ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, ഈ ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വെക്കാം. 3 പേരും കൂടെ ഒരു പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് 3 പേരും കൂടെ ഭക്ഷണത്തിന്റെ ചുവട്ടിലിരിക്കണം. എന്നിട്ട് അനസ് എന്ന് പറയുന്ന ചെറിയ മകനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന, മോനെ, എന്റെ മകന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പാത്രത്തിന്റെ അകത്ത് കൈയിടാൻ പാടില്ല. എന്റെ മോൻ എന്ത് ചെയ്യണമെന്നറിയോ? ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് തട്ടിയണക്കണം, എന്നിട്ട് ഇരുട്ടത്തിരിക്കണം. എന്റെ പൊന്നുമകന് ഭക്ഷണം വാരിക്കടിക്കരുത്. വാപ്പ വിളിച്ചു കൊണ്ടുവന്ന പാവപ്പെട്ടവനെന്ന് നമുക്ക് ഭക്ഷണം കൊടുക്കാ. അവിടെ ഉമ്മ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവനെ, ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ പാത്രത്തിന്റെ
ചുവട്ടിലിരുന്നു. അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഉമ്മാനെ നോക്കുകയാ. അവിടുന്ന് ഭക്ഷണത്തിലേക്ക് നോക്കുകയാണ്. വിശക്കുന്നു പടച്ചവര്, വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അനസ് എന്ന് പറയുന്ന 10-11 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ആ ചെറിയ മകനുണ്ടല്ലോ, എന്താ ഉമ്മ പറയുന്നത് അനുസരിക്കണോ? അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അവസാനം അല്ലാഹുവേ, ആ സ്വാലിഹായ മകനുണ്ടല്ലോ അവിടുന്ന് വിളക്കങ്ങണയ്ക്കുകയാ, അവിടുന്ന് വിളക്കങ്ങണയ്ക്കുകയാ. എന്നിട്ട് അഭിനയിക്കുകയാ സഹോദരാ. വാപ്പയും മകനും കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ പോലെ ഇരുട്ടത്തിരുന്ന് അഭിനയിക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്, അവിടുന്ന് ദുആ ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അല്ലാഹുവേ, ആ ഉമ്മയും മകനും ഭർത്താവും അന്ന് പട്ടിണിയാ. 3 പേരും വിശന്ന് കിടക്കുകയാണ്. 3 പേരും വിശന്ന് കിടക്കുകയാ. എപ്പോഴോ ഉറങ്ങിപ്പോയി. അവസാനം അല്ലാഹുവേ, സുബഹിന്റെ ബാങ്ക് കേൾക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ചാടി എഴുന്നേക്കുകയാ, ചാടി എഴുന്നേക്കുകയാ. ഉമ്മു സുലൈം മകനെ വിളിച്ചുണർത്ത് പള്ളിയിൽ പോകാൻ. അല്ലാഹുവേ, അവിടുന്ന് പെട്ടെന്ന് തയ്യാറായി. കിടക്കുന്ന പട്ടിണി കിടക്കുന്ന മകന്റെ ചാരത്ത് വന്നിട്ട് വാപ്പ വിളിക്കുന്നു, മോനെ പള്ളിയിൽ പോകാമോനെ. വാപ്പാ ശരീരം തളരുന്നു, വാപ്പാ നടക്കാൻ കഴിയുന്നില്ല വാപ്പാ. വാപ്പ പറഞ്ഞു, മോനെ എന്റെ ചുമലിൽ കേറിക്കോ, എന്റെ ചുമലിൽ നിന്നെ ഇരുത്തിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ ചുമലിൽ ഇരുത്തിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ഐന അബൂ തൽഹ, അബൂ തൽഹ എവിടെ, അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിക്കുകയാ, റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, തൽഹ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന വിരുന്നുണ്ടല്ലോ, അല്ലാതെ ഇഷ്ടപ്പെട്ട് അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അങ്ങനെ അറിഞ്ഞു നബിയേ? എന്റെ വീടിന്റെ അകത്ത് നടന്ന രഹസ്യം എങ്ങനെയാണ് അറിഞ്ഞത്? റസൂലുള്ളാഹി പറഞ്ഞു, അബൂ തൽഹ, ഞാൻ മാത്രമല്ല നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കടിക്കാനുള്ള ഭക്ഷണം മറ്റൊരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് കാണാ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് അബൂ തൽഹ, ആ ഭാര്യയും ഭർത്താവും മകനും കൂടെ മത്സരിച്ച് കിടക്കുകയാണ്. ഇവര് 3 പേരും ഉള്ള ഭക്ഷണം ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഇവര് വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്നത് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ ഇറങ്ങി വന്നെന്ന് മുത്തുനബി പറയുമ്പോ, എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, അബൂ തൽഹ, ഇന്നലെ ജിബ്രീൽ വന്നു, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി. ഇന്നലെ ആകാശം കടന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഅ നഫ്സിഹി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഇന്നലെ നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇവരിൽ ആരാണ്? പടച്ചവരെ, വിശന്ന് കിടക്കുന്ന ഭർത്താവ്, അതാ ഭക്ഷണം കൊടുക്കാൻ വഴി പറഞ്ഞു കൊടുത്ത ഭാര്യ, പട്ടിണി കിടക്കുന്ന ഉമ്മ പറയുന്നത്
കേട്ടിട്ട് ഭക്ഷണം കഴിക്കാതെ വിളക്കണച്ചിട്ട് പട്ടിണി കിടന്ന അനസെന്ന് പറയുന്ന പൊന്നുമോ, അല്ലാഹുവേ, അതല്ലേ കുടുംബം? അങ്ങനെയല്ലേ കുടുംബമാകേണ്ടത്? അതിനാണ് സഹോദരാ കുടുംബമെന്ന് പറയുന്നത്. ഇവരാണ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ ചാരുകസേരയിൽ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറയുന്ന, അല്ലാഹുവിന്റെ മലക്കുകൾ സലാം പറയുന്ന പടച്ച റബ്ബേ, കാണുന്നവർ മുഴുവനും ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് എന്ന് ചോദിക്കുന്ന കുടുംബമാവണോ? എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പരസ്പരം സ്നേഹിക്ക്, പരസ്പരം വിശ്വസിക്ക്, ചതിയും വഞ്ചനയും കാണിക്കാതെ അല്ലാഹു തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, അത് സന്തോഷിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പടച്ചവനെ പേടിച്ച് ജീവിക്കും മുസ്ലിമേ. അല്ലാതെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭർത്താവ് പുറത്തു പോകുമ്പോൾ കാമുകനെ വിളിക്കുന്നവർ, ചാറ്റ് ചെയ്യുന്നവർ, ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നവർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവർ, അല്ലാഹുവേ, ഭർത്താവ് വരുമ്പോ നല്ലവനെ പോലെ അഭിനയിക്കുകയാ. പടച്ചവനെ, ഭാര്യ എങ്ങനെയാണ്? ഭർത്താവ് നേരെ തിരിച്ചാണ്. പടച്ചവരെ, വെളിയിലിറങ്ങിയാൽ മോശമായ ഫോട്ടോകൾ ഷെയർ ചെയ്യുകയാണ്, അവിടെ ഫോൺ വിളിക്കുകയാണ്, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുകയാണ്. വീടിന്റെ അകത്ത് കടന്നു വരുമ്പോ മൊബൈലിലെ മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതാ ഭർത്താവും ഭാര്യയും മൊബൈൽ വരെ പരസ്പരം ലോക്കിട്ട് വെക്കുന്ന കാലവാ. അല്ലാഹുവേ, ഭർത്താവ് ഫോൺ എടുത്താൽ ഭാര്യ ദേഷ്യപ്പെടുന്നു. ഭാര്യ എങ്ങാണം ഭർത്താവിന്റെ ഫോണിൽ തൊട്ടാ പടച്ചവരെ കുടുംബകലഹമാ. എല്ലാം മറച്ചു വെക്കുന്നവരാകുന്നു, പരസ്പരം തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കുടുംബജീവിതത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുണ്ടാകണം, അവിടുന്ന് സ്നേഹമുണ്ടാകണം. മക്കളെ നല്ലതുപോലെ സ്നേഹിക്കാൻ പഠിക്കണം. എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് സമയത്താണെന്നറിയില്ല. അല്ലാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ കടന്നു വന്നാ ഇന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു കരയുന്ന ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ പത്രത്തിലെടുത്ത് നോക്ക്. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വാട്സപ്പിലെ ഒരു ചെറുപ്പക്കാരന്റെ സഹോദരനാട്. അല്ലാഹുവേ, ഗൾഫിൽ നിന്ന് വന്നിട്ട് ആഴ്ചകളെ ആയുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം, വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടെ പടച്ചവരെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴല്ലോ എതിരെ വന്ന ടാങ്കർ ലോറിയുടെ മുന്നിലേക്ക് പെട്ടുപോയിട്ട് ടയറിന്റെ അടിയിൽ കിടന്ന് രണ്ടുപേരും ആ നട റോഡിൽ കിടന്ന് ഭാര്യയും ഭർത്താവും, അല്ലാഹുവേ, രണ്ടുപേരും അവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ സഹോദരാ, ജീവിതത്തിന് ഇത്ര വരെയല്ലേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസം ജീവിച്ച ഭാര്യയും ഭർത്താവും ഒരുപോലെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹുവേ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, കബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. ഇത്രയേ ഉള്ള സഹോദരാ, ഇത്രയേ ജീവിതത്തിന് വിലയുള്ളൂ. പടച്ചവനെ, എന്റെ ഒരു കൂട്ടുകാർ പടച്ചവനെ മലപ്പുറത്തുള്ളതാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ട് കരയുന്ന ഉസ്താദേ, എന്റെ കൂടപ്പുറപ്പിന് വേണ്ടി ദുആ ചെയ്യണേ.